ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടില്ല പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എൻക്വയറീസ് ചെയ്യുന്നുണ്ട്. കുറേ ആൾ മെസ്സേജ് ചെയ്ത് ജപ്പാനിലേക്ക് വരണം അവിടെ പണി കിട്ടുമോ, എന്താണ് അവസ്ഥ, അങ്ങനെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ കുറേ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ഉണ്ട്, അവരോടെല്ലാം ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ അവസ്ഥ, എന്താണ് നിങ്ങളോട് പറയേണ്ടത് എന്നില്ല തിരിയുന്നില്ലായിരിക്കും. എന്താണ് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ എമിഗ്രേഷൻ നിയമങ്ങൾ ആർക്കും പറയാൻ കഴിയില്ല, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പോൾ എമിഗ്രേഷൻ നിയമങ്ങൾ ഭയങ്കരമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാത്തതാണ് അവസ്ഥ. ഒരാൾ കുറേ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് പെർമിറ്റിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ എമിഗ്രേഷൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരാൻ പറ്റില്ല, 1 മാസം 15 ദിവസം ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരോട് പറയുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല എന്താണ്, നിങ്ങൾ വരണ്ട. വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുമായിരിക്കും, പണി കിട്ടുമായിരിക്കും, ചിലപ്പോൾ ഫ്യൂച്ചറെല്ലാം നല്ല രീതിയിൽ പോകും. പക്ഷെ ചിലപ്പോൾ വന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല, വന്ന പൈസയും വിസൻ്റെ പൈസയും എല്ലാം നഷ്ടത്തിലാവും. അതുകൊണ്ട് നമുക്കിവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണെന്നത് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററും കാര്യങ്ങളെല്ലാം ചേഞ്ചായി, എമിഗ്രേഷൻ നിയമങ്ങൾ ഫോറിനേഴ്സിന് ഭയങ്കരമായിട്ട് ഘടിപ്പിച്ചിട്ടാണെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ കുറേ നല്ല രീതിയിൽ വരാൻ പറ്റിയ കുറേ വിസകളെല്ലാം ഉണ്ട്, ഈ SSW, TTIP, പിന്നെ സ്റ്റുഡൻറ്റ് വിസ. അതിനെക്കുറിച്ച് എനിക്ക് നേരെ അറിയില്ല, ഞാനതൊന്ന് അന്വേഷിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് വിസൻ്റെത് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നതാണ്. ഇവിടെ വന്ന് പഠിച്ച് അത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറുണ്ട്, അത് കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ നല്ല ഫ്യൂച്ചറുള്ള സംഭവമാണ് ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നത്. അത് കുറച്ച് നല്ല ഏജ് കുറവില്ല കുട്ടികളെല്ലാം വന്ന് അവർക്ക് നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ട് ഇതെല്ലാം ആക്കിയിട്ട് നല്ല ഫ്യൂച്ചർ കിട്ടും സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാൽ. പിന്നെ ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഞാൻ കൂടുതൽ എല്ലാവർക്കും പറ്റിയ നല്ല വിസ ഏതാണ് ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നീടുള്ള വീഡിയോകളിൽ വരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ, കുറേ ലക്ഷങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കടം വാങ്ങി ഇതൊക്കെ വാങ്ങി കുറേ ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വിസയിൽ വരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രം ഞാൻ പറഞ്ഞത്. കുറേ ആൾക്കാർ കാണുന്നുണ്ട് ഇഷ്ടംപോലെ കടമാക്കി ഇവിടെ വർക്ക് പെർമിറ്റുകളില്ല, ജോബില്ല, പിന്നെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് പൈസ വരുത്തിക്കുന്നു, പിന്നെ ഇവിടുന്ന് വർക്ക് പെർമിറ്റ് കൊടുക്കാണ്ട് അവരെ തള്ളി റിട്ടേൺ അയക്കുന്നു. അങ്ങനെ കടത്തിൻ്റെ മേലെ കടത്തിൽ മുങ്ങിയിട്ട് നാട്ടിൽ റിട്ടേൺ പോയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുറേ ആളിപ്പോൾ ഈ കൊല്ലം തന്നെ റിട്ടേൺ പോയിട്ടാണ് നാട്ടിലേക്ക്. ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടിയ ആൾക്കാർ തന്നെ ഒഴിവാക്കിയിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ ആരും വരണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇപ്പോഴത്തെ ഈ സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അടുത്ത വർഷം മുതൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല. അപ്പം എല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് ഒരു വീഡിയോ ഇടാം ഇൻഷാ അല്ലാഹ്, എൻ്റെ സമയം പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ട പോലെ കൈകാര്യം ചെയ്യുക ഇൻഷാ അല്ലാഹ്.